ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രേക്കപ്പ് നമ്മുടെ ലൈഫിൽ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും ലേറ്റാക്കേണ്ട വീഡിയോയിലോട്ടാണ്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബ്രേക്കപ്പിനെ അംഗീകരിക്കാൻ ആദ്യം ശ്രമിക്കുക. കാരണം നിങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലും അതൊരു റിലീഫ് കിട്ടുന്നുണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾ അതിനെ അംഗീകരിക്കാൻ റെഡി അല്ലാന്നുണ്ടെങ്കിൽ അത് മുമ്പോട്ടുള്ള ഒരു ലൈഫിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളത് അംഗീകരിക്കാതെ എൻ്റെ എന്തോ തെറ്റുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്, ഇതൊരു നോർമൽ കാര്യമാണ് എന്നുള്ളൊരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളുടെ ലൈഫിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതൊരു നോർമൽ കാര്യമാണ്, ഒരു കോമൺ കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ അത് അംഗീകരിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മുടെ ലൈഫിൽ ഈ ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും ഒരാളുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. നമുക്ക് ആരെങ്കിലും നമ്മളൊരു സഹായിക്കാനുണ്ടെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ ഒരു സിറ്റുവേഷനിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നാമത് നമ്മുടെ ഏതെങ്കിലും സുഹൃത്തിനോടോ നമ്മളെ അടുപ്പുള്ള ഒരാളോട് നമുക്കിത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനും അതൊരു റിലീഫ് കിട്ടും. മുമ്പോട്ടുള്ളൊരു ലൈഫിന് അത് നല്ല പോസിറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരാളില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഹെൽപ്പുകൾ തേടാം. പോലെ തന്നെ നിങ്ങൾക്ക് കൗൺസിലറെ ഹെൽപ്പ് തേടാം. അങ്ങനത്തെ ഒരുവിധം ഹെൽപ്പൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് നല്ല ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളതാണ്. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, ഈ ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ടൈമിലാവണം നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആവണം. നിങ്ങളെ കൂടുതൽ നിങ്ങൾ സ്നേഹിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തു തീർക്കാനായിട്ട് നോക്കണം. അല്ലാതെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് പറ്റി, ഇനി അടുത്തത് എന്താണ്, അതിങ്ങനെ ആലോചിച്ചിരിക്കാതെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. അല്ലാതെ നിങ്ങൾ ഇത് ആലോചിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് അതിലൊരു യൂസും ഇല്ല. കാരണം അത് കഴിഞ്ഞു പോയി. അത് ഇനി അംഗീകരിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നിങ്ങൾ പ്രണയം അവസാനിപ്പിക്കുമ്പോൾ അത് നല്ല രീതിയിലായിരിക്കും അവസാനിപ്പിച്ചിട്ടുണ്ടാവുക. നമുക്കിനി ഒരു റിലേഷൻ വേണ്ട, അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്സായിട്ട് തുടരാം എന്നീ രീതിയിലായിരിക്കും നിങ്ങൾ പ്രണയം ചിലപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഈ റിലേഷൻഷിപ്പിന് ശേഷം നിങ്ങൾ ആ വ്യക്തിയുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു വ്യക്തിയെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് നിൽക്കരുത്. നിങ്ങളത് അവിടെ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യണം. കാരണം ഇങ്ങനെ നിങ്ങൾ വീണ്ടും ആ ഒരു വ്യക്തിയെ ഒരു ഫ്രണ്ടായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾക്കത് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കും. കാരണം ഒരു കാലത്ത് നിങ്ങൾ അത്രയും സ്നേഹിച്ചൊരു വ്യക്തിയായിരിക്കാം, അത് അത്രയും വിശ്വസിച്ചൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി പെട്ടെന്ന് ബ്രേക്കപ്പ് പറഞ്ഞു പോയി, അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ടായിട്ട് തുടരുന്നു എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് നിങ്ങൾ ആ ഒരു റിലേഷനിലോട്ട് പിന്നെയും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഒരു ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ ഒരു ബൗണ്ടറി നിങ്ങളുടെ ഇടയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഈ ഒരു പരിപാടിയിലോട്ട് നിങ്ങൾ മാക്സിമം നിൽക്കാതിരിക്കുക. നെക്സ്റ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ മാക്സിമം അതിങ്ങനെ ഓർത്തിരിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഒരുപാട് പാഷനായിട്ടുണ്ടാവും, നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും, ടാലൻസ് ഉണ്ടാവും. അതൊക്കെ കണ്ടെത്തി അതിനുമുള്ള കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ഇതിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് അതിലൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡും ഒന്ന് ഓക്കെ ആയിട്ട് വരും. കാരണം നിങ്ങൾ ഏതു നേരം ബിസി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ചിന്തിക്കാനുള്ള ഒരു ടൈം അവിടെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആ ഒരു വ്യക്തിയെ മെല്ലെ മറന്നു തുടങ്ങും. ഏറ്റവും ലാസ്റ്റും അതേപോലെ ഒരു ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളൊരു പോയിന്റ് വരുന്നത്, ഈ ചില വ്യക്തികൾ ഈ ബ്രേക്കപ്പ് കഴിഞ്ഞാൽ അവർ പാസ്റ്റിൽ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവർ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നു എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പാസ്റ്റിലെ കാര്യം ആലോചിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ഇനി എന്ത് നടക്കും, എങ്ങനെയായിരിക്കും ലൈഫ് മുമ്പോട്ട് പോകുക എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിൽ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും, അതൊന്നും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ
അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണുള്ളത്. കാരണം പ്രസൻറ്റ് ലൈഫ് കഴിഞ്ഞാൽ കഴിഞ്ഞു, പാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി കഴിഞ്ഞു, അത് ഇനി ആലോചിച്ചിരുന്നിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അത് ഇനി വരാൻ പോകുന്ന കാര്യമാണ്, അത് നമ്മുടെ കയ്യിലല്ല, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. പക്ഷെ പ്രസൻറ്റ് ലൈഫ് നമ്മുടെ കയ്യിലാണുള്ളത്, നമ്മളത് മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഈ പാസ്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാതെ, നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ചും കൂടുതലായിട്ട് ആലോചിക്കാതെ നിങ്ങൾ പ്രസൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ നിൽക്കുക. കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അതിലോട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ബ്രേക്കപ്പിനെ കുറിച്ച് ആലോചന നിർത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ നിങ്ങളുടെ മനസ്സിനും അതേപോലെ നിങ്ങളുടെ മുമ്പോട്ടുള്ള ലൈഫിനും അതൊരുപാട് പോസിറ്റീവ് ഹെൽപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്ന വ്യക്തികൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.